ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് കാണാതായ യാത്രക്കാരനെ അസമിൽ നിന്ന് കണ്ടെത്തി. ഹുസൈൻ അഹമ്മദ് മജുംദാറിനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയത്. മുംബൈയിൽ നിന്നുള്ള ടേക്ക് ഓഫിന് മുൻപ് പരിഭ്രാന്തരായ ഹുസൈനെ സഹയാത്രികൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, എന്ത് സംഭവിച്ചുവെന്നാണ് നമ്മൾ അറിഞ്ഞത്? അനുജ, കഴിഞ്ഞ ദിവസം ഈ ഇൻഡിഗോ വിമാനത്തിൽ നടന്ന സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ വൈറലായിരുന്നു. ഈ വിമാനം മുംബൈയിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള ഇൻഡിഗോ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു മുമ്പായി പരിഭ്രാന്തനായ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് വന്ന ഹുസൈൻ വിമാനത്തിൽ ഉള്ളിലൂടെ നടക്കുന്നതിനിടെ സഹയാത്രികൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. തുടർന്ന് ഹുസൈൻ ആ വിമാനത്തിൽ കൊൽക്കത്തയിൽ വന്നിറങ്ങി. കൊൽക്കത്തയിൽ നിന്നും സിൽച്ചറിലേക്ക് അടുത്ത വിമാനത്തിൽ പോകേണ്ടതായിരുന്നു ഹുസൈൻ. ഈ ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന് ഹുസൈൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സിൽച്ചർ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ കാത്തിരുന്നു. എങ്കിലും ഹുസൈൻ ആ വിമാനത്തിൽ എത്തിയില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് അസം ഒപ്പം തന്നെ കൊൽക്കത്ത പോലീസ് സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഹുസൈനെ കണ്ടെത്തിയിരിക്കുന്നത്. അസമിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഹുസൈനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ മാനസികമായി ഇയാൾക്ക് എന്തോ ആഘാതം സംഭവിച്ച് അതിന്റെ ഒരു വിഷമത്തിലായിരുന്നു ഹുസൈൻ ഉള്ളത് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായിരിക്കുന്നത്. ഹുസൈൻ തന്റെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പിതാവിനെ കാണുന്നതിന് വേണ്ടിയായിരുന്നു മുംബൈയിൽ നിന്നും സിൽച്ചറിലേക്ക് ഹുസൈൻ യാത്ര തിരിച്ചത്. അതിൻ്റെതായ മാനസിക വിഷമവും മറ്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കൂടി വൈറലായതോടുകൂടി ഇയാൾക്ക് പ്രശ്നങ്ങൾ കുറച്ച് മോശമാകുന്ന അവസ്ഥയുണ്ടായി എന്നാണ് പ്രാഥമികമായി ബന്ധുക്കൾ ഉൾപ്പെടെ സംശയിക്കുന്നത്. എന്തായാലും ഹുസൈനെ ഇപ്പോൾ സിൽച്ചറിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഹുസൈനെയും കൂട്ടി ബന്ധുക്കൾ സിൽച്ചറിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അനുജ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.